ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. കാലചക്രം കറങ്ങിക്കൊണ്ടിരുന്നു. 70 വർഷങ്ങളും കഴിഞ്ഞു. സീതയുടെ താരുണ്യം അന്നും ക്ഷയിച്ചിരുന്നില്ല. ആ കാലത്തിനിടയിൽ ദേവി ഗർഭിണിയായി തീർന്നു. ഒരു ദിവസം രാമൻ സീതയോട് ചോദിച്ചു, നിനക്ക് എന്തിനോടെങ്കിലും പ്രത്യേകമായ അഭിരുചിയോ ആഗ്രഹമോ ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഗർഭിണികൾക്ക് ആഗ്രഹമുള്ളത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിറക്കുന്ന കുഞ്ഞിനത് ദോഷം ചെയ്യുമെന്ന് സാധാരണ ജനങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും എന്നോട് പറയൂ, എന്താണെങ്കിലും ഞാൻ സാധിച്ചു തരാം. അപ്പോൾ സീത പറഞ്ഞു, പണ്ട് നമ്മുടെ കാനനവാസകാലത്ത് നാം പല മുനിമാരുടെ ആശ്രമങ്ങളും സന്ദർശിച്ചിട്ടുണ്ടല്ലോ. മുനിപത്നിമാരും ശിഷ്യകളും എന്നോട് പെരുമാറിയത് എത്ര ഹൃദ്യമായിട്ടായിരുന്നു. വർഷങ്ങൾ വളരെ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും ഞാനത് ഓർമ്മിക്കുന്നു. ആ സ്നേഹമയികളായ താപസപത്നിമാരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതത്ര കാര്യമൊന്നും അല്ലെങ്കിലും പറഞ്ഞെന്ന് മാത്രം. അവരെല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതും സംശയമാണെന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു, അതിനെന്ത് വിരോധം? സൗമിത്രിയുടെ കൂടെ നിനക്കിഷ്ടമുള്ള താപസാശ്രമത്തിലേക്ക് ഞാൻ പറഞ്ഞയക്കാമല്ലോ. ഭരദ്വാജ ആശ്രമമുണ്ട്, വാൽമീകി ആശ്രമമുണ്ട്, സുധീഷ്ണാശ്രമമുണ്ട്, അഗസ്ത്യാശ്രമമുണ്ട്. ഇങ്ങനെ പല ആശ്രമമുള്ളതിൽ എവിടെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മതി, അങ്ങോട്ടേക്ക് വിടാമെന്ന് സമ്മതിച്ചു. എല്ലാ ആശ്രമങ്ങളും നല്ലത് തന്നെ, എങ്കിലും വാൽമീകി ആശ്രമമാണ് എനിക്ക് കൂടുതൽ ഹൃദ്യമായി തോന്നിയിട്ടുള്ളത്. അങ്ങയുടെ നാമം ജപിച്ച് മഹർഷിയായി തീർന്നിട്ടുള്ളവനല്ലേ അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടേക്ക് കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലും എത്തി. ആനന്ദ നിർവൃതിയിൽ ആറാടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യ ദമ്പതികളുടെ ജീവിത നഭോമണ്ഡലത്തിൽ ഒരു കാളമേഘം പടർന്നു കയറാൻ തുടങ്ങുന്നു. പരമാനന്ദത്തിന്റെ പ്രകാശധോരണിയുടെ പുറകിൽ പരമാതങ്കത്തിന്റെ കൂരിരുട്ട് പതിയിരിക്കുകയാണ്. ആരും അതറിയുന്നില്ല. തന്റെ ഭരണത്തെക്കുറിച്ചുള്ള ജനാഭിപ്രായം അറിയുവാനായി രാമഭദ്രൻ പല വിശ്വസ്ത ചാരന്മാരെയും നാട്ടിലുടനീളം രഹസ്യമായി അയക്കാറുണ്ടായിരുന്നു. രാജ്യഭരണം ഏറ്റതു മുതൽ തുടങ്ങി വെച്ച ഏർപ്പാടായിരുന്നു അത്. അപ്പോൾ സഹസ്രമുഖ രാവണ വധാനന്തരം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പ്രീതിക്ക് വേണ്ടി ചില ചാരന്മാര് തങ്ങളുടെ അഭിപ്രായമാണെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ പ്രശംസിച്ചു. ജനങ്ങൾ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒരുപാട് പ്രശംസിച്ചു. അപ്പോൾ രാജപുങ്കുവൻ ഉപദേശ രൂപത്തിൽ പറഞ്ഞു, രാജസദസ്സിൽ വന്ന് രാജാവിനെ സ്തുതിക്കണം, കുറ്റങ്ങളെ ഒളിച്ചു വെച്ചുകൊണ്ട് ഗുണങ്ങൾ മാത്രം പറയണം. ഇതാണ് നിങ്ങൾ അനുവർത്തിക്കുന്ന നയം. എത്ര നാളായി ഞാൻ ഈ സ്തുതിഗീതങ്ങൾ കേൾക്കുന്നു. കേട്ടുകേട്ട് എൻ്റെ കർണങ്ങൾക്ക് വേദന തുടങ്ങിയിരിക്കുന്നു. നല്ലത് മാത്രം പറഞ്ഞാൽ പോരാ, കുറ്റങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ തുറന്നു പറയണം. അതാണ് ശരിയായ ചാരധർമ്മം. എത്ര യോഗ്യനായ അരജനാണെങ്കിലും കുറെ കുറ്റങ്ങളൊക്കെ അദ്ദേഹത്തിൽ കാണും. ആ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ചാരന്മാർ രാജാവിനെ ധരിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് ആ ഭരണാധിപന് കുറ്റങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയോധ്യ നഗരത്തിന് പുറത്തുള്ള ഒരു ഗ്രാമത്തില് ദരിദ്രനായ ഒരു രചകൻ ഭാര്യയും ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ അവിടെ ഒരു വലിയ കലഹം നടന്നു. ബഹളം കേട്ട് അയൽപ്പക്കത്തുള്ള ആളുകളും അവിടെ ഓടിക്കൂടി. അപ്പോൾ രചകൻ തലേ ദിവസം രാത്രിയിൽ അവിടെ ഇല്ലായിരുന്നു, എവിടെയോ പോയിരുന്നു. രാവിലെ തിരിച്ചു വന്നപ്പോൾ അവന്റെ ഭാര്യ വീട്ടിൽ കണ്ടില്ല. അന്വേഷിച്ചപ്പോൾ ഒരു കാമുകന്റെ ഗ്രഹത്തിലാണ് അവൾ രാത്രി കഴിച്ചു കൂട്ടിയതെന്ന് അവൻ അറിഞ്ഞു. അപ്പോൾ രചകൻ കോപാന്ധനായി കാമുകന്റെ വീട്ടിൽ ചെന്ന് അവനെ പ്രഹരിച്ചതിന് ശേഷം ഈ ഭാര്യയെയും പിടിച്ചു വലിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അതാണ് കലഹത്തിന്റെ കാരണം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നത്, ഞാൻ തനിയെ പോയതല്ല, എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പിടിച്ചു വലിച്ചാൽ നീ പോവോ? നീ എന്തിനാ പോയത്? നിനക്ക് ഇവിടെ കിടന്ന് അയ്യപ്പാവേന്ന് കാറി ബഹളം വെക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുകയും, നിന്നെ ഇനി എനിക്ക് വേണ്ട, അങ്ങനെ അന്യപുരുഷന്റെ വീട്ടിൽ പോയി താമസിച്ചാൽ നിന്നെ ഇനി എനിക്ക് വേണ്ട, നീ ഇല്ലെങ്കിലും പൊയ്ക്കോളാനാണ് പറയുന്നത്. അപ്പോൾ ഭാര്യ പറയാണ്,
നമ്മുടെ സീതാ മഹാരാജ്ഞിയെ ഒരു കൊല്ലം രാവണൻ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ഒരു കുറ്റവുമില്ല, പൊന്നു തമ്പുരാൻ ഒരു വഴക്കും പറഞ്ഞില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് പൊന്നുപോലെ വളർത്തുന്നു. അപ്പോൾ ഒരു കൊല്ലം അന്യഗ്രഹത്തിൽ പാർത്തിട്ട് മഹാരാജ്ഞിക്ക് കുറ്റമില്ല, ഒരു രാത്രി അന്യഗ്രഹത്തിൽ പോയി പാർത്തിട്ട് എനിക്കാണ് കിടക്കപ്പുറതി ഇല്ലാത്തത്. പെണ്ണുങ്ങളായ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റും എന്നൊക്കെയാണ് അവര് പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ രചകൻ പറയുകയാണ്, തമ്പുരാനും നാണവും മാനവും ഇല്ലെങ്കിൽ വേണ്ട, മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് അദ്ദേഹം കേൾക്കുമോ, പക്ഷേ എനിക്കതുപോലെ ചെയ്യാൻ പറ്റുകയില്ല. എനിക്ക് മാളവരുടെ മുഖത്ത് നോക്കണം. എന്തായാലും അന്യ വീട്ടിൽ അന്തി താമസിച്ച പെണ്ണിനെ ഞാൻ സ്വീകരിക്കില്ല, പൊയ്ക്കോ, നിന്റെ കാമുകന്റെ കൂടെ തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞ് അവൻ അവളെ തലമുടിക്കുത്തിന് പിടിച്ചു വലിച്ച് വീടിന് പുറത്താക്കി. ഇത് കണ്ട ഒരു ചാരൻ ഈ സംഭവങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയുള്ളത് രാമചന്ദ്രനെ അറിയിക്കുകയാണ്. രാവണപുരിയിൽ താമസിച്ച സീതയെ താൻ സ്വീകരിച്ചത് ആക്ഷേപമാണെന്ന് പറഞ്ഞത് കാര്യമാണെന്ന് ശ്രീരാമചന്ദ്രനും തോന്നി. സീത പരിശുദ്ധയാണെന്ന് അഗ്നിഭഗവാൻ തെളിയിച്ച വിവരം അയോധ്യവാസികൾ ആരും അറിഞ്ഞു കാണുകയില്ല. അപ്പോ പ്രജാഹിതം അനുസരിക്കണം, അതാണ് രാജധർമ്മം. അതുകൊണ്ട് ജനബോധ്യത്തിനു വേണ്ടി സീതാ പരിത്യാഗം തൽക്കാലം അത്യന്താപേക്ഷിതവും അനുപേക്ഷണീയവുമാണെന്ന് രാജേന്ദ്രമൗലി തീരുമാനിച്ചു. സീതയാണെങ്കിൽ കാനനവാസത്തിന് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. മഹർഷിമാരുടെ അടുത്തൊക്കെ ഒന്ന് പോകണമെന്ന് പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊരവസരമാണെന്ന് ഒന്നുകിൽ കരുതാം, അതല്ലെങ്കിൽ സീതയെ പരിത്യജിക്കുന്നതിന് പകരം താൻ രാജ്യഭരണത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിയാനും അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പൊ രാജാവിനാണല്ലോ പ്രജകളുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ രാജഭരണത്തിൽ നിന്ന് ഒഴിവായാൽ പിന്നെ സീതയെ ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല. അങ്ങനെയും അദ്ദേഹം ആലോചിച്ചു. അതിനുവേണ്ടി അദ്ദേഹം പിറ്റേന്ന് രാവിലെ തന്നെ അനുജന്മാരെ 3 പേരെയും വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ഒരു സുപ്രധാന കാര്യം നിങ്ങളെ അറിയിക്കുവാനാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. എനിക്ക് നിങ്ങളോട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. നമ്മളെ സൂര്യവംശത്തിലെ ആചാരം അനുസരിച്ച് ഞാൻ അയോധ്യ സിംഹാസനത്തിൽ ആരൂഢനായി. പക്ഷെ എനിക്ക് രാജ്യം ഭരിക്കാൻ ഒരു മോഹവുമില്ല. രാജപദവിയെ ഞാൻ തെല്ലും കാക്ഷിക്കുന്നില്ല. എന്നാലും ഭരിക്കുന്ന കാലത്തോളം കളങ്കമില്ലാത്ത മന്നനായി ഞാൻ ഭരിക്കണം. ഇന്നിപ്പോൾ എന്നെ കുറിച്ചൊരു അപവാദം പുറത്തു വന്നിരിക്കുന്നു. അത് ഇപ്പോഴല്ല, നേരത്തെ തന്നെ ഇത് പുറത്തു പരന്നിരിക്കണം. നാം അറിഞ്ഞില്ലെന്ന് മാത്രം. രാവണന്റെ അധീനതയിൽ 1 വത്സരം താമസിച്ച മൈഥിലിയെ ഞാൻ സ്വീകരിച്ചത് ഏറ്റവും അപഹാസ്യമായ ഒരു അപരാധമായി പൗരന്മാരിൽ പലരും മന്ത്രിക്കുന്നു. അയോധ്യ സിംഹാസനത്തിന് അതൊരു കളങ്കമാണ്. സൂര്യവംശ രാജാക്കന്മാരുടെ കീർത്തിയെയും അത് പങ്കിലമാക്കും. അപവാദ ശരവ്യനാകാതെ ശുദ്ധചരിതനായി കഴിയേണ്ടവനാണ് രാജാവ്. ജാനകി പരിശുദ്ധയാണെന്ന് എനിക്കറിയാം, പക്ഷെ ജനങ്ങൾക്കത് ബോധ്യമില്ല. അതുകൊണ്ട് അപരാധ പരിരക്ഷയ്ക്ക് വേണ്ടി ഞാൻ രാജ്യഭരണം ഉപേക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഭരത, നീ രാജാവായി വാഴുക. എൻ്റെ മേലാണല്ലോ അപവാദം വന്നിരിക്കുന്നത്. അതുകൊണ്ട് സീതയും ഒരുമിച്ച് ഞാൻ അരണ്യവാസം ചെയ്തു കൊള്ളാം. എന്നാൽ ഭരതൻ സിംഹാസനം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. പകരം ജ്യേഷ്ഠന് അവകാശപ്പെട്ട ആ സിംഹാസനത്തിൽ മറ്റാരും ഇരിക്കില്ലെന്നും ജ്യേഷ്ഠൻ തന്നെ രാജ്യഭരണം ചെയ്യണമെന്നും ഭരതൻ നിർബന്ധം പിടിക്കുകയാണ്. അപ്പോൾ രാമൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അപവാദം ആരോപിക്കപ്പെട്ടിരിക്കുന്ന സീതയെ തൽക്കാലം എനിക്ക് പരിത്യജിക്കേണ്ടി വരും. ഞാൻ രാജാവായി പോയി, തന്മൂലം ഞാൻ പ്രജകളുടെ ദാസനാണ്. അവരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കണം. അതിൽ മൂഢനെന്നും ബുദ്ധിമാനെന്നുമുള്ള വിവേചനം പാടില്ല. തൽക്കാലത്തേക്ക് സീത എന്നിൽ നിന്നും അകന്നു നിൽക്കട്ടെ. കാലാന്തരത്തിൽ ജനങ്ങളുടെ അഭിപ്രായഗതി മാറി വീഴും. അവൾ ഗർഭിണിയാണ്, 7 മാസം ഗർഭം തികഞ്ഞിരിക്കുന്നു. അപ്പൊ കാനനത്തിൽ പോയി മുനിപത്നിമാരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് അവൾ എന്നോട് പറയുകയുണ്ടായി. അതും ഈ അവസരത്തിൽ ഒരു അനുഗ്രഹമാണ്. എൻ്റെ അഭിപ്രായത്തെ നിങ്ങൾ ആരും മറുത്തു പറയരുത്. അങ്ങനെ പറയുന്നവൻ എൻ്റെ ശത്രുവായി ഞാൻ കരുതും. അതുകൊണ്ട് ലക്ഷ്മണ, എൻ്റെ ആജ്ഞയെ എപ്പോഴും അനുവർത്തിക്കുന്നവൻ നീയാണല്ലോ. നീ ഇപ്പോൾ തന്നെ അവളെ രഥത്തിൽ കയറ്റി വാൽമീകി ആശ്രമത്തിന് സമീപം കൊണ്ടുചെന്നാക്കിയിട്ട് വേഗം മടങ്ങിപ്പോരുക. പ്രത്യേകമായി അവളോടൊന്നും പറയണമെന്നില്ല. എന്നിട്ട് അനുജന്മാരുടെ അഭിപ്രായം ഒന്നും കേൾക്കാൻ നിൽക്കാതെ ആലോലമൊഴുകുന്ന കണ്ണുനീരോടുകൂടി അദ്ദേഹം തൻ്റെ മണിയറയിൽ പ്രവേശിച്ച് തൽപ്പത്തിൽ കമിഴ്ന്നു കിടന്ന് തൻ്റെ പ്രിയ പത്നിയോട് മനസ്സുകൊണ്ട് മാപ്പിരുന്നു. ലക്ഷ്മണൻ സഹിക്കവയ്യാത്ത ദുഃഖത്തെ മനസ്സിൽ അടക്കിക്കൊണ്ട് ജനകാത്മജിയുടെ സന്നിധിയിൽ ചെന്ന് കൂപ്പുകൈയോടെ നിന്നു. എന്താ കുമാര, മുഖത്തൊരു വൈവർണ്യം? സീത അന്വേഷിച്ചു. ലക്ഷ്മണൻ പറഞ്ഞു, കാനനത്തിൽ പോയി മുനിപത്നിമാരെ കാണുവാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചതനുസരിച്ച്
ദേവിയെ രഥത്തിൽ കൊണ്ടുപോകാനായി ഞാൻ വന്നിരിക്കുകയാണ്. സീത പറയാണ്, ആര്യപുത്രനോട് ഒരു കളിവാക്ക് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഇത്ര വേഗം അത് സാധിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി പോയി മണിയറയിൽ കടന്നിട്ട് താപസപത്നിമാർക്ക് സമ്മാനിക്കാനുള്ള പട്ടുവസ്ത്രങ്ങളും മധുരഭോജ്യങ്ങളും ചന്ദനാദി സുഗന്ധ ദ്രവ്യങ്ങളും സംഭരിച്ച് അവയെ തേരിൽ കൊണ്ടുവയ്ക്കുവാന് പരിചാരികമാരെ നിയോഗിച്ചു. അതിനുശേഷം യാത്ര ചോദിക്കാനായിട്ട് രാമന്റെ അടുത്ത് ചെന്നു. അപ്പൊ അദ്ദേഹം കമിഴ്ന്ന് കിടക്കുകയാണ്. അപ്പൊ ശയ്യയിൽ ഇരുന്നുകൊണ്ട് പറയാണ്, ഒരു ദിവസം എന്നെ വിട്ടുപിരിയാൻ ഇത്ര വലിയ ദുഃഖമാണോ? ഈ കണക്കിന് ഒരു വത്സരം എന്നെ കാണാതെ എങ്ങനെ കഴിച്ചുകൂട്ടി? ഇത്ര വലിയ സങ്കടമാണെങ്കിൽ ഞാൻ പോകുന്നില്ലെന്ന് വയ്ക്കാം എന്നൊക്കെ പറയാണ്. അപ്പോൾ രാമഭദ്രൻ പറഞ്ഞു, സാരമില്ല, നീ പോയിട്ട് പോരെ, സമയം വൈകുന്നു, വേഗം പോ, എനിക്കും ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മണൻ സീതാസമേതം സുമന്ത്രരും ഒരുമിച്ച് തേരിൽ കയറി യാത്ര തിരിച്ചു. അപ്പൊ തേരിങ്ങനെ ഉരുണ്ട് അകന്നു പോകുന്നത് ഗോപുരമാളികയുടെ മുകളിൽ നിന്നുകൊണ്ട് രാമൻ നോക്കി. തന്റെ ആത്മാവ് പറഞ്ഞു വേർപെട്ടു പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. കണ്ണുനീരുകൊണ്ട് ആ കാഴ്ചയും മറഞ്ഞു. അസ്തമയത്തോടു കൂടി രഥം ഗോദാവരി തീരത്തിലെത്തി. രാത്രി അവിടെ താമസിച്ചതിന് ശേഷം പിറ്റേ ദിവസം പ്രഭാതത്തിൽ നദി കടന്ന് വനമധ്യത്തിൽ പ്രവേശിച്ചു. സുമന്ത്രർ അവരുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് രഥവുമായി ഇക്കരയിൽ നിന്നതേയുള്ളൂ. അരണ്യത്തിൽ പ്രവേശിച്ച ധരണീപുത്രി വിശ്രമിക്കാൻ വേണ്ടി ഒരു പാറയുടെ മുകളിൽ ഇരുന്നപ്പോൾ ലക്ഷ്മണൻ വാവിട്ട് കരഞ്ഞുപോയി. അപ്പോൾ സൗമിത്രിയുടെ രോദനം കണ്ട് സംഭ്രമത്തോടുകൂടി ജാനകി ചോദിച്ചു, എന്താ ലക്ഷ്മണ, നീ ഇങ്ങനെ കരയുന്നത്? നിന്നെ ഞാൻ ഒരിക്കലും ഈ വിധം കരഞ്ഞു കണ്ടിട്ടില്ലല്ലോ. ജ്യേഷ്ഠനെ വേർപെട്ടത് കൊണ്ട് നീയും സങ്കടപ്പെടുകയാണോ? പാവം, സാരമില്ല, നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകാമല്ലോ എന്ന് പറയുകയാണ് ദേവി. ലക്ഷ്മണൻ അപ്പോ ഗദ്ഗദത്തോടെ പറയുകയാണ്, ജ്യേഷ്ഠൻ പറഞ്ഞാൽ കേൾക്കാൻ യോഗ്യന്മാരായ പലരും അവിടെയുണ്ട്. ഈ കടുംകൈ ചെയ്യാൻ എന്നെ നിയോഗിച്ചത് മുജ്ജന്മത്തിൽ ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമായിരിക്കും. എന്നോളം പാപം ചെയ്ത ഒരു പുരുഷാധമനും ഈ പാരിൽ ഇനി കാണുകയില്ല. തീയിൽ ചാടണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടി അത് ചെയ്യുമായിരുന്നു. ജ്യേഷ്ഠനെ ആജ്ഞാപിച്ചാല് കാളകൂട വിഷം ഞാൻ മടിക്കാതെ കുടിക്കും. ഈ പാവ പ്രവൃത്തിക്ക് അഗ്രജൻ എന്നെയാണല്ലോ നിയോഗിച്ചത്. ദൈവമേ, ഇതിന് തക്ക പാപം ഞാൻ എന്തു ചെയ്തു? ഇപ്പോൾ ഞാൻ ഇവിടെ വീണ് മരിച്ചിരുന്നു എങ്കിൽ എത്ര പുണ്യവാനായി തീരുമായിരുന്നു. അപ്പോ ജനകാത്മജ ചോദിച്ചു, അനുജ, എന്താണ് ഈ ദുഃഖത്തിന് കാരണം? ഞാൻ നിന്റെ വാത്സല്യമേറിയ ജ്യേഷ്ഠത്തിയല്ലേ, എന്നോട് പറയൂ, എന്താണെങ്കിലും പറയൂ, ഞാനത് സഹിക്കാം. ജ്യേഷ്ഠൻ എന്തെങ്കിലും നിന്നോട് ചെയ്യരുതാത്തത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? നിന്റെ സങ്കടം കണ്ടിട്ട് എനിക്കങ്ങനെ സംശയം തോന്നിപ്പോകുന്നു. അല്പനേരത്തെ മൗനത്തിന് ശേഷം കണ്ണുനീർ തുടച്ച് നെടുവേർപ്പെട്ടുകൊണ്ട് അവൻ തുടർന്നു, രാവണപുരത്തിൽ താമസിച്ച ദേവിയെ തിരികെ സ്വീകരിച്ചത് ഏറ്റവും അനുചിതവും അയോഗ്യവുമായ ഒരു പ്രവൃത്തിയായിപ്പോയെന്ന് പ്രജകളിൽ ആരോ അഭിപ്രായപ്പെട്ടത് ജ്യേഷ്ഠന്റെ ശ്രവണപുടങ്ങളിലെത്തി. പ്രജകളുടെ അഭിപ്രായം ആദരിക്കേണ്ടത് രാജധർമ്മമാണെന്നുള്ള ആദർശത്തെ മുൻനിർത്തി ജനബോധ്യത്തിനു വേണ്ടി ദേവിയെ തൽക്കാലത്തേക്ക് പരിത്യജിക്കുവാൻ ജ്യേഷ്ഠൻ തീരുമാനിച്ചു. ദേവിയുടെ പാതിവൃത്യ നിഷ്ഠയെക്കുറിച്ച് ജ്യേഷ്ഠന് യാതൊരു ശങ്കയുമില്ല. ഇത്രയും പാതിവൃത്യ ശുദ്ധിയുള്ള ഒരു അങ്കനാരത്നം ത്രിലോകങ്ങളിലും വേറെയില്ലെന്ന് അഗ്നിഭഗവാനും വിരിഞ്ചനും മഹേശ്വരനും പുകഴ്ത്തി പറഞ്ഞത് ജ്യേഷ്ഠൻ കേട്ടിട്ടുള്ളതാണല്ലോ. ദേവി ജ്യേഷ്ഠനെ ശപിക്കരുത്. ശപിച്ചാൽ ദേവിയുടെ പാതിവൃത്യ കൽപ്പാന്ത വാഹിനിയിൽ ലോകം പോലും നശിച്ചു പോകും. ഈ കാരണങ്ങളാൽ സതീമണിയായ ധർമ്മപത്നിയെ പരിത്യജിക്കേണ്ടി വന്നു. വാൽമീകി ആശ്രമത്തിന് സമീപമുള്ള വനത്തിൽ ദേവിയെ കൊണ്ടുവന്ന് വിടുവാൻ എന്നോട് ആജ്ഞാപിച്ചു. ദേവി ഈ അനുജന് മാപ്പരുളണം. ദേവി ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആശ്രമത്തില് മനോവേദന വെടിഞ്ഞ് താമസിക്കൂ. അപ്പോഴത്തേക്ക് പടർന്നു കയറിയ കാർമേഘം പെയ്തു മറയും. ദേവിയെ യഥായോഗ്യം ജ്യേഷ്ഠൻ സ്വീകരിച്ച് തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോകും. ഈ ലക്ഷ്മണന്റെ ഈ സംസാരം കേട്ട് ഊഷ്മള ചിത്തയായി തീർന്ന ജാനകി ദേവി അർദ്ധപ്രജ്ഞയായി നിലത്തു വീണു. സീത പദം പറഞ്ഞ് കരഞ്ഞു. രാമനെ പിരിയാനാവില്ലെന്ന സങ്കടത്തോടെ നിലത്ത് വീണുരുണ്ട് ആർത്തനാദത്തോടു കൂടി അവൾ തൻ്റെ വേദനയെല്ലാം വിളിച്ചു പറയുകയാണ്. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ അത് മാറ്റി പറയുകയാണ്. അയ്യോ, പാടില്ല, മരിക്കാൻ പാടില്ല. സൂര്യവംശം നിലനിർത്താനുള്ള പുണ്യസന്തതി എൻ്റെ ഉദരത്തിൽ കിടക്കുന്നു. ലക്ഷ്മണ, ഞാൻ മരിക്കുകയില്ല, നീ ഭയപ്പെടേണ്ട. രാജധർമ്മം പുലർത്തുവാൻ വേണ്ടി സതീമണിയായ ധർമ്മപത്നിയെ പരിത്യജിച്ച എൻ്റെ ഭർത്താവിനെ പോലെ
ഇത്ര വലിയ ഒരു മഹാത്യാഗം ലോകത്തിൽ ആരും കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയുമില്ല. സീതയെ ഉപേക്ഷിച്ചു വേണം രാമൻ പുകൾപെറ്റ പുരുഷോത്തമനായി തീരാൻ. ലക്ഷ്മണ, ജ്യേഷ്ഠൻ ഇപ്പോൾ ഇരുന്ന് കരയുകയാണ്, എനിക്കറിയാം. നീ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തണം. ജനിച്ചതിൽ പിന്നെ സുഖമെന്തെന്ന് അറിയാത്ത ഒരു ത്യാഗി വര്യനാണ് അദ്ദേഹം. എന്റെയും അവസ്ഥ അതുതന്നെയാണ്. കരയാനായി പിറന്നവളാണ് സീത. എന്തിന് സീത മാഴുകുന്നു? സീതാരാമന്മാരുടെ ജീവിതം ത്യാഗത്തിന്റെയും ദുഃഖത്തിന്റെയും കഥയാണ് ലക്ഷ്മണ. എന്നെക്കുറിച്ച് ദുഃഖിക്കരുതെന്ന് നീ അദ്ദേഹത്തോട് ഉപദേശിക്കണം. ഞാനിവിടെ ഏതെങ്കിലും ഒരു താപസാശ്രമത്തിൽ ജീവിച്ചു കൊള്ളാം. നീ പറഞ്ഞതുപോലെ കാർമേഘം മായുമ്പോൾ ചന്ദ്രൻ പ്രകാശിക്കും. അമ്മമാരെയും അനുജത്തിമാരെയും എൻ്റെ വൃത്താന്തങ്ങൾ നീ സമയോചിതം പോലെ അറിയിക്കണം. വൈദേഹിയുടെ വേദന നിറഞ്ഞ വാക്കുകൾ കേട്ട് യാതൊരു മറുപടിയും ഉരയ്ക്കാതെ 3 പ്രദക്ഷിണം ചെയ്ത് തൊഴുത് കണ്ണുനീരിൽ മുഴുകി പിന്തിരിഞ്ഞു നോക്കി മന്ദം മന്ദം ചലിക്കുന്ന ഒരു സാലഭഞ്ചിക പോലെ സൗമിത്രി നടന്നു മറഞ്ഞു. നദി കടന്ന് ഇക്കരെ എത്തിയപ്പോൾ രഥവും കൊണ്ട് സുമന്ത്രർ അവിടെ അക്ഷമനായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി കഥനത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു. യാത്രാമധ്യേ സുമന്ത്രർ പണ്ട് നടന്ന ഒരു സംഭവം വിവരിച്ചു. നിങ്ങൾ 4 പേരും ജനിച്ചതിന് ശേഷം ഒരിക്കൽ ദശരഥ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ചാതുർമ്യാസ്യം ആചരിക്കുവാനായി അത്രിമുനിയുടെ പുത്രൻ ദുർവാസാവ് മഹർഷിയുണ്ടായിരുന്നു. നന്ദനന്മാരുടെ ജാതക ഫലത്തെക്കുറിച്ച് മഹാരാജാവ് ദുർവാസാവിനോട് ചോദിച്ചു. പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് രാമൻ ജനിച്ചത്. ലഗ്നത്തിൽ ഗുരു ചന്ദ്രന്മാരുമുണ്ട്. ആയതിനാൽ ഉത്കൃഷ്ടമായ രാജപദവിയും 10,000 വർഷത്തിനുമേൽ ദീർഘായുസ്സും രാമനുണ്ടാകുമെന്നും ഉച്ചഗ്രഹങ്ങൾ തമ്മിലുള്ള ബലമത്സരങ്ങളാൽ ജീവിതം അധികവും ദുഃഖഭൂയിഷ്ടമായിരിക്കുമെന്നും 7-ാമിടത്ത് ചൊവ്വ നിൽക്കുന്നതിനാൽ കളത്ര സംബന്ധമായ ക്ലേശങ്ങളും വിരഹങ്ങളും അനുഭവിക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചു. നരേന്ദ്രൻ ആ വിവരം രഹസ്യമായി എന്നെ ധരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് രാമഭദ്രന്റെ ഈ അനുഭവം ജാതക ഫലം കൊണ്ട് സംഭവിക്കുന്നതാണ്. കൊട്ടാരത്തിലെത്തി സീതയെ വെടിഞ്ഞതും സീത പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും ഗദ്ഗദത്തോടെ ലക്ഷ്മണൻ അഗ്രജനെ ധരിപ്പിച്ചു. ഒരു ദീർഘനിശ്വാസം മാത്രമായിരുന്നു രാമനിൽ നിന്നും അപ്പോഴുണ്ടായ പ്രതികരണം. ലക്ഷ്മണൻ പോയതിനു ശേഷം വൈദേഹി വിരഹവേദനയോടെ ആ വിഭിന്ന തലത്തിൽ കിടന്ന് വിലപിക്കാൻ തുടങ്ങി. ആരാണ് തനിക്കൊരാശ്രയം? താൻ ഏത് താപസ ആശ്രമത്തിലേക്കാണ് പോവേണ്ടത്? അങ്ങ് എന്നോട് തീയിൽ ചാടണമെന്ന് പറഞ്ഞു, ഞാൻ ചാടി. ഇനിയും അഗ്നിയിൽ ചാടണമെങ്കിൽ ഞാൻ ചാടാം. പക്ഷേ പാവകൻ എൻ്റെ ശരീരത്തെ സ്പർശിക്കുന്നില്ല. ഞാൻ എന്തു ചെയ്യും? വെള്ളത്തിൽ ചാടിയാൽ വെള്ളം മാറിക്കളയുന്നു. അങ്ങനെ പഞ്ചഭൂതങ്ങൾ പോലും ഈ പഞ്ചമഹാദുർഗയെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ ഈ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് കാട്ടിൽ വിറക് ശേഖരിക്കാൻ വന്ന കുറച്ച് താപസകുമാരന്മാര് വന്നു നോക്കി. അപ്പോൾ അവരതിശയിച്ചു പോയി. ഇതാര്? ദേവനാരിയോ ഭഗവതിയോ ലക്ഷ്മിയോ? ഇങ്ങനെ അവരെ ശങ്കിച്ചുകൊണ്ട് അവരുടെ ഗുരുവര്യനായ വാൽമീകി മഹർഷിയുടെ അടുത്ത് ചെന്ന് അറിയിച്ചു. ഗുരു, കാട്ടിലെ നദീതീരത്ത് ഏതോ ഒരു സ്ത്രീ കിടന്ന് കരയുന്നു. ആരാണെന്ന് അറിഞ്ഞുകൂടാ. കണ്ടിട്ട് സാക്ഷാൽ ഭഗവതിയെ പോലെ തോന്നിപ്പോകുന്നു. ആ പുണ്യവതിയുടെ കരച്ചിൽ കേട്ടിട്ട് കാറ്റുപോലും അനങ്ങുന്നില്ല. വൃക്ഷങ്ങളെല്ലാം നിശ്ചലമായിട്ട് നിൽക്കുന്നു. പക്ഷികളും ചിലയ്ക്കുന്നില്ല. ബാലന്മാരുടെ ഈ വിവരണം കേട്ടിട്ട് അദ്ദേഹം ദിവ്യ ദൃഷ്ടി കൊണ്ട് സർവവും ദർശിച്ചു. വേഗം തന്നെ അർഘ്യപാദ്യാദികളും എടുത്തുകൊണ്ട് ശിഷ്യഗണങ്ങളും ഒരുമിച്ച് അദ്ദേഹം അവനീപുത്രിയുടെ അന്തികത്തിൽ വന്നു. മകളെ ജനകാത്മജ, എഴുന്നേൽക്കൂ. ദേവി ആരാണെന്നും എങ്ങനെ ഇവിടെ വന്നുവെന്നും എൻ്റെ അന്തർമുഖ നയനങ്ങളാൽ ഞാൻ കണ്ടു കഴിഞ്ഞു. ഞാൻ വാൽമീകിയാണ്. കണ്ണു തുറന്നു നോക്കൂ. ദേവിയുടെ ഭർത്തൃനാമം ജപിച്ച് മഹർഷി പദം നേടിയ രാമഭക്തനാണ്. ഈ അർഘ്യപാദ്യാദികൾ സ്വീകരിച്ച് എൻ്റെ ആശ്രമത്തിലേക്ക് വരൂ. അവിടെ എൻ്റെ ശിഷ്യകളായി അനവധി തപസ്വിനികളുണ്ട്. അവർ ദേവിയെ മകളെപ്പോലെ പരിപാലിച്ചുകൊള്ളും. ഇന്നു മുതൽ ദേവിയുടെ അച്ഛനാണ് വാൽമീകി. സ്വന്തം കൊട്ടാരത്തിൽ എന്ന പോലെ ദേവിക്ക് എൻ്റെ പർണശാലയിൽ ജീവിക്കാം. വരൂ മകളെ, എഴുന്നേൽക്കൂ, പോകാം. മുനീശ്വരന്റെ വാത്സല്യം നിറഞ്ഞ വാക്കുകൾ സീതയുടെ സന്തപ്തതാന്തമായ ഹൃദയത്തില് അമൃതം പകർന്നു. അവൾ എഴുന്നേറ്റു. താപസവര്യന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അദ്ദേഹം അവളുടെ കണ്ണുനീർ തുടച്ച് പൊൻകപോലങ്ങളിൽ ഒരു മകളെ എന്ന വണ്ണം ചുംബിച്ചു. അനന്തരം എല്ലാവരും കൂടി ആശ്രമത്തിലേക്ക് തിരിച്ചു. മഹർഷി തൻ്റെ ശിഷ്യകളെ വിളിച്ച് കൽപ്പിച്ചു, നിങ്ങൾ എല്ലാവരും
ഒരു ദേവിയായി കരുതി ഈ പുണ്യവതിയെ പരിചരിക്കണം. യാതൊരു വിധമായ അല്ലലും ഇവൾക്കുണ്ടാകാൻ ഇടയാകരുത്. ഈ പുണ്യചരിത നമ്മുടെ ആശ്രമത്തിൽ വന്നത് നമ്മളുടെ എല്ലാവരുടെയും ഭാഗ്യാതിരേകം കൊണ്ടാണ്. ഏതൊരു പുണ്യാത്മാവിന്റെ നാമം ജപിച്ചാണോ നിങ്ങളുടെ ഗുരുവായ ഞാൻ മഹർഷിയായി തീർന്നത്, ആ സച്ചിദാനന്ദമൂർത്തിയുടെ ധർമ്മപത്നിയാണ് ഈ യോഷാരത്നം. സീത എന്നാണ് ഈ ദേവിയുടെ പേര്. ശിക്ഷിഗണങ്ങളും താപസികളും മൈഥിലിയുടെ പാദമലരുകൾ തൊട്ടു തൊഴുതു വന്ദിച്ചു. സ്നേഹാർദ്രമായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് സീത അവരെ അൻപു കലർന്ന് ആശീർവദിച്ചു. താൻ കൊണ്ടുവന്ന വിലയേറിയ വസ്ത്രാഭരണങ്ങളും ഭക്ഷ്യങ്ങളും മഹീസുത മഹർഷിയുടെ മുമ്പിൽ സമർപ്പിച്ചു. അദ്ദേഹം അവയെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ശിഷ്യഗണങ്ങൾക്കായി വീതിച്ചു കൊടുത്തു. താപസികൾ സീതയെ പർണശാലയ്ക്ക് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ സതുപദേശങ്ങളും സാന്ത്വന വാക്കുകളും ശ്രവിച്ച് അന്നു മുതൽ സീതാദേവിയുടെ തീവ്രമായ ആ ദുഃഖം ക്രമേണ കുറഞ്ഞു വന്നു. സീതാ പരിത്യാഗത്തിന് ശേഷം ദാശരഥി രാജ്യഭരണ കാര്യത്തിൽ തീരെ ഉത്സാഹമില്ലാത്തവനായി തീർന്നു. സദാ ചിന്താപരിക്രാന്തിയും വിഷാദമൂകതയും അദ്ദേഹത്തെ ബാധിച്ചു. ഭക്ഷണത്തിലും നിദ്രയിലും അദ്ദേഹത്തിന് യാതൊരു ശ്രദ്ധയുമില്ലാതെയായി. അനുജന്മാരോടും അമാത്യന്മാരോടും അദ്ദേഹം അധികം സംസാരിക്കാതെയായി. മുഖപരമത്തിൽ സദാ പ്രകാശം വീശിക്കൊണ്ടിരുന്ന പ്രസന്നത പാടെ അപ്രത്യക്ഷമായി. ഒരു ദിവസം ലക്ഷ്മണൻ വന്ന് സവിനയം നിവദിച്ചു. സീതാദേവിയെ പരിത്യജിച്ചതിനു ശേഷം ജ്യേഷ്ഠൻ ഒരു കാര്യത്തിലും ഉത്സാഹമോ സന്തോഷമോ ഇല്ല. രാജ്യഭരണ വിഷയത്തിലും ജ്യേഷ്ഠൻ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. തന്നെത്താൻ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് രാജ്യഭരണത്തിൽ താല്പര്യം കാണിക്കാതെ സ്വയം ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് രാജധർമ്മമാണോ എന്ന് ജനങ്ങൾ പഴി പറഞ്ഞാൽ അതും ഒരു ദുഷ്കീർത്തിയും അപവാദവുമല്ലേ? അതുകൊണ്ട് ജ്യേഷ്ഠൻ ദുഃഖം വെടിഞ്ഞ് രാജ്യഭരണ കാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കണം. അനുജന്റെ ഉപദേശം രാമൻ ഒരു പ്രചോദനം നൽകി. അദ്ദേഹം അഭിനന്ദനപൂർവ്വം പ്രതിവചിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. ഭാര്യാദുഃഖം മൂലം ഭരണത്തിന് വൈകല്യം വരുത്തുന്നത് ഉത്തമ രാജധർമ്മമോ നീതിയോ അല്ല. ധർമ്മപത്നി പരിത്യാഗം മൂലമുണ്ടായ വേദന രാമചന്ദ്രന്റെ ഹൃദയത്തെ സദാ കരണ്ടുകൊണ്ടിരുന്നു. എങ്കിലും രാജ്യഭരണ കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ ജാഗരൂകനും ബദ്ധശ്രദ്ധനുമായി തീർന്നു. പത്നീവിരഹ ദുഃഖം ആ ധീരോദാത്തൻ പിന്നീടൊരിക്കലും മുഖത്ത് കാണിച്ചിട്ടില്ല. സ്വയം അനുഭവിക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ അനന്തരനിഷ്ഠ. നിശാവേളയിൽ ശയനമുറിയിൽ ചെല്ലുമ്പോൾ തന്റെ പര്യങ്കത്തിൽ തന്നോട് ചേർന്ന് മൈഥിലിയും കിടപ്പുണ്ടെന്നുള്ള സങ്കല്പത്തോടെ രാമൻ നിദ്രയിൽ ലയിക്കുമായിരുന്നു. അതുപോലെ പണ്ട് കാനനവാസക്കാലത്ത് ആശ്രമത്തിൽ ഭർതൃപാർശ്വത്തിൽ ശയിച്ച മാതിരി പ്രിയതമൻ അരികത്തുണ്ടെന്നുള്ള സങ്കല്പത്തോടെ ജാനകി ദേവിയും വാൽമീകിയുടെ ആശ്രമത്തിൽ ഉറങ്ങിയിരുന്നു. അങ്ങനെ രണ്ടു കോകങ്ങൾ വിരഹ വൈദ്യുതിയാൽ പരസ്പരം ആകർഷിക്കപ്പെട്ട് വിദൂരതയിൽ ഇരുന്ന് വിലപിച്ചുകൊണ്ട് അഴലാഴിയുടെ നേർച്ചുഴിയിൽ കഴിഞ്ഞുകൂടി. തന്റെ കുലഗുരുവോ അമ്മമാരോ അമാത്യന്മാരോ പൗരമുഖ്യരോ ആരും തന്നെ സീതാപരിത്യാഗം അധർമ്മമായി പോയെന്നും അവളെ ഉടനെ തിരിച്ചു കൊണ്ടുവരണമെന്നും തന്നോട് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ചിന്തിച്ച് അദ്ദേഹം ഏകാന്തതയിൽ ഇരുന്ന് സങ്കടപ്പെടുമായിരുന്നു. പക്ഷേ താൻ ചെയ്ത അധർമ്മ പ്രവൃത്തിയുടെ ഫലം താൻ തന്നെ അനുഭവിക്കേണ്ടതാണെന്നും അദ്ദേഹം ഉറച്ചു. സംഭവിക്കാനുള്ളത് സംഭവിക്കുന്നതിനു വേണ്ടി വിധിയാൽ നിയന്ത്രിതങ്ങളായ ഉപാധികളാണ് അവയെല്ലാം എന്ന് സർവജ്ഞനായ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ അവതാര പുരുഷനും മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടെന്ന് മാത്രം. ഒരു ദിവസം കാഞ്ചന മഹർഷിയും മറ്റു ചില മാമുനിമാരും ചേർന്ന് രാമനെ കാണാനായി കൊട്ടാരത്തിലെത്തി. അപ്പോൾ സ്വീകരണ സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാമുനിയോട് രാമൻ ചോദിച്ചു, എന്താണ് അങ്ങ് ഇങ്ങോട്ട് എഴുന്നള്ളാൻ കാരണമെന്ന്. അപ്പോൾ കാഞ്ചന മഹർഷി പറഞ്ഞു, കാളിന്തി നദീ തീരത്തുള്ള മധുവനത്തിന്റെ മധ്യത്തിൽ ദുർഗമമെന്ന ഒരു അസുര രാജധാനിയുണ്ട്. അവിടെ ലവണൻ എന്ന ഒരു ദാനവേന്ദ്രൻ സാധുക്കളായ ജനങ്ങളെയും മാമുനി വൃന്ദങ്ങളെയും ബ്രാഹ്മണരെയും വളരെയേറെ ഉപദ്രവിക്കുന്നു. ആർക്കും അവനോട് എതിരിടാനുള്ള കഴിവും കരുത്തുമില്ല. അത്ര ക്രൂരനും അമിത ശക്തി പ്രഭാവനുമാണവൻ. അവന് കൈലാസപതി തിരുനീലകണ്ഠനിൽ നിന്നും ഒരു ശക്തിയേറിയ ശൂലം ലഭിച്ചിട്ടുണ്ട്. ആ ശൂലലബ്ധിയാണ് അവനെ അത്രമാത്രം അഹങ്കാര ദുർമത്തനാക്കിയത്. അവന്റെ പിതാവായ മധു അസുരനായിരുന്നുവെങ്കിലും ദൈവഭക്തനും സൽഗുണനിധിയുമായിരുന്നു. അവന്റെ അമ്മ രാവണന്റെ ഒരു സഹോദരിയാണെന്നാണ് അറിവ്.
മധു തപസ് ചെയ്ത് പരമശിവനിൽ നിന്നും അത്ഭുത ശക്തമായ ഒരു ശൂലം സമ്പാദിച്ചു. ആ ശൂലം കയ്യിലിരിക്കുന്ന കാലത്തോളം അവനെ ആർക്കും വധിക്കാൻ സാധ്യമല്ലെന്നും അവന്റെ പുത്രന്റെ കാലത്തോളം മാത്രമേ ആ ആയുധത്തിന് ശക്തിയുണ്ടായിരിക്കുകയുള്ളൂ എന്നും അരുളി ചെയ്തുകൊണ്ടാണ് ഭഗവാൻ ശൂലം മധുവിന് നൽകിയത്. കാലാന്തരത്തിൽ മധു വാനപ്രസ്ഥം സ്വീകരിച്ച് കാലഗതി അടഞ്ഞപ്പോൾ പുത്രനായ ലവണൻ രാജാവായി. അവകാശമുറയ്ക്ക് ദൈവദത്തമായ ശൂലവും അവന് ലഭിച്ചു. അന്നു മുതൽ അവൻ സജ്ജന ദ്രോഹമല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ല. അവനെ നിഗ്രഹിച്ച് നിന്തിരുവടി ഞങ്ങളെ അനുഗ്രഹിക്കണം, അത് അപേക്ഷിക്കുവാനാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടത്. രാമചന്ദ്രൻ ഭരതനെ വിളിച്ച് മുനികളും ഒരുമിച്ച് പോയി ലവണാസുരന്റെ ഉപദ്രവം തീർത്തു കൊടുക്കുവാൻ ആജ്ഞാപിച്ചു. അപ്പോൾ ശത്രുഘ്നൻ അപേക്ഷിച്ചു, ജ്യേഷ്ഠ, ഞാൻ പോകാം. യാതൊരു സമരത്തിലും ഞാൻ ഇതേവരെ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോ രാമൻ പുഞ്ചിരി തൂകി, നിനക്കങ്ങനെ മോഹമുണ്ടെങ്കിൽ ശരി, നീ പോയിക്കൊള്ളൂ. അനന്തരം അദ്ദേഹം മഹർഷിയോട് ചോദിച്ചു, ഇപ്പോഴും അവൻ ശൂലം കൊണ്ടു നടക്കാറുണ്ടോ? അവന്റെ ഭക്ഷണം എന്താണ്? കാഞ്ചന മഹർഷി പറഞ്ഞു, മനുഷ്യ മൃഗാദികളുടെ മാംസമാണ് അവന്റെ ഭക്ഷണം. ഭക്ഷണം തേടി നടക്കുമ്പോൾ അവൻ ശൂലം കൊണ്ടുപോകാറില്ല. മറ്റായുധങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. രാമഭദ്രൻ അനുജന് അടരാടാനുള്ള അടവുകളും ദിവ്യോപദേശങ്ങളും നൽകി. ഒടുവിൽ നാരായണാസ്ത്രവും ഉപദേശിച്ചു. അഗ്രജന്മാരെ വണങ്ങി ശത്രുഘ്നൻ മഹർഷിമാരും ഒരുമിച്ച് ഒരു വലിയ ചതുരംഗ പടയോടും കൂടി മധുവനത്തിലേക്ക് പുറപ്പെട്ടു. സഞ്ചാരമധ്യേ രാജകുമാരൻ കാഞ്ചന മഹർഷിയോട് ചോദിച്ചു, ലവണാസുരൻ ആ ശൂലം കൊണ്ട് ഇതിനു മുമ്പ് ആരെയെങ്കിലും വധിച്ചിട്ടുണ്ടോ? കാഞ്ചന മഹർഷി പറഞ്ഞു, സൂര്യവംശ തിലകനായിരുന്ന മാന്ധാതാവ് എന്ന മന്നവ ശിഖാമണി ആ അസുരന്റെ ശൂലമേറ്റാണ് മരണമടഞ്ഞത്. അവന്റെ ഉപദ്രവം സഹിക്ക വയ്യാതെയായപ്പോൾ ജനങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ആ രാജപുങ്കവൻ ലവണനുമായി ഘോര സമരം നടത്തി. ആ സങ്കരത്തിൽ അദ്ദേഹം അധർമ്മമായ വിധം വധിക്കപ്പെട്ടു. അദ്ദേഹം കുമാരന്റെ പൂർവികനായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനാണല്ലോ ഹരിഭക്തനായ അംബരീക്ഷൻ. അപ്പോൾ ശത്രുഘ്നൻ പറഞ്ഞു, എന്റെ പൂർവികനെ വധിച്ചവനെ ഞാൻ നിഗ്രഹിക്കേണ്ടതാണ്, അത് എന്റെ ധർമ്മവുമാണ്. അപ്പോ കാഞ്ചന മഹർഷി പറയാണ്, സൂര്യവംശ മഹത്വത്തിന്റെ ഒരു പ്രതീക ലക്ഷ്യമായിരിക്കും അതെന്ന്. അങ്ങനെ ലവണൻ ആഹാരം തേടി പുറത്തു പോയിരുന്ന അവസരം പാർത്ത് ശത്രുഘ്നൻ ശത്രു ഗോപുരദ്വാരത്തിൽ യുദ്ധ സന്നദ്ധനായി നിലയുറപ്പിച്ചു. മധ്യാഹ്നമായപ്പോൾ കൊല്ലപ്പെട്ട മൃഗങ്ങളെയും വില്ലിൽ കെട്ടിത്തൂക്കി ചുമലിൽ വെച്ചുകൊണ്ട് കൂസലില്ലാത്ത ഭാവത്തിൽ ലവണൻ ഗോപുരദ്വാരത്തിനോടടുത്തു. അവിടെ ചാപബാണ സംയുതനായി നിൽക്കുന്ന ശത്രുഘ്നനെ കണ്ട് പരിഹാസ സ്വരത്തിൽ അവൻ ഭർസിച്ചു. എടാ, മരിക്കാൻ വന്നു നിൽക്കുന്ന മനുഷ്യാധമനായ നീ ആര്? രാജാവാണോ? അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പും നിന്നെ പോലെയുള്ള പല രാജകീടങ്ങളും ഇവിടെ വന്ന് അവരുടെ ജഡങ്ങൾ എനിക്ക് ഭക്ഷണമായി തന്നിട്ട് കാലപുരി നോക്കിപ്പോയി. ശത്രുഘ്നൻ വില്ലു കുലച്ചു ചെറു ഞാണൊലി മുഴക്കി. അവന്റെ അക്ഷികളിൽ നിന്നും രൂക്ഷങ്ങളായ വീക്ഷണങ്ങൾ തീപ്പൊരികൾ പോലെ പരന്നു. അപ്പോ അസുരൻ പറയാണ്, നീ എന്നോട് യുദ്ധത്തിനാണ് വന്നിരിക്കുന്നതെങ്കിൽ കൊള്ളാം, വിരോധമില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആഹാര സാധനങ്ങൾ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ആയുധവുമായി ഞാൻ വേഗം തിരിച്ചു വരാം. ശത്രുഘ്നൻ പറഞ്ഞു, നിന്റെ കൈകളിൽ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ ഇപ്പോഴുമുണ്ടല്ലോ, പിന്നെ എന്തിനാ അകത്തു പോകുന്നു? പുറത്ത് കണ്ട മൂർഖൻ പാമ്പിനെ തിരിച്ചളയിൽ വിടരുതെന്നാണ് പ്രമാണം. വില്ലും അമ്പും കയ്യിലെടുത്ത് ധൈര്യമുണ്ടെങ്കിൽ ചെറുത്തു നിൽക്ക്. ശത്രുഘ്ന വാക്യം കേട്ട് ക്രുദ്ധനായ ലവണാസുരൻ ചാപബാണങ്ങൾ ഉപയോഗിക്കാതെ കല്ലും മരങ്ങളും കൊണ്ട് പ്രതിയോഗിയെ എതിർത്തു. തന്റെ സായകങ്ങളാൽ ലക്ഷ്മണാനുജൻ അവയെ തകർത്ത് തീർപ്പിച്ചു കളഞ്ഞു. അതിനിടയിൽ അസുരൻ കോട്ടയിൽ കടന്ന് ശൂലായുധം കരസ്ഥമാക്കുവാൻ ഒരു പാഴ്ശ്രമം നടത്തി. അവനെ തിരിച്ച് പുറത്തു വരുത്തുവാൻ വേണ്ടി ശത്രുഘ്നൻ പല ശരങ്ങളും പ്രയോഗിച്ചു. ഫലിച്ചില്ല. അവൻ ഉള്ളിൽ ചാടി ബന്ധപ്പെട്ട് മറയാൻ ശ്രമിച്ചു. ആ സമയം അഗ്രജ ദത്തമായ നാരായണാസ്ത്രം പ്രയോഗിച്ച് ശത്രുഘ്നൻ അവനെ നിഗ്രഹിച്ചു. അസ്ത്രം ആഴിയിൽ പോയി മുങ്ങി തിരിച്ച് ആവനാഴിയിലും വന്നുറച്ചു. ലവണാസുരവധം നടന്നതറിഞ്ഞ് യമുനാതീര നിവാസികളായ സർവ മുനിവൃന്ദങ്ങളും ബ്രാഹ്മണരും ശത്രുഘ്നനെ വന്നു കണ്ട് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി. അപ്പോൾ നമുക്ക് ബാക്കി നാളെ പറയാം.